അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ ആഞ്ഞടിച്ച് ചൈന. ഹോർമുസിലെ മുഴുവൻ പ്രശ്നങ്ങൾക്കും ഉത്തരവാദികൾ ഇസ്രായേലും അമേരിക്കയുമാണെന്ന് ചൈന തുറന്നടിച്ചിരിക്കുന്നു. ഹോർമുസിന് മേലും ഇറാൻ തുറമുഖത്തിനു മേലുള്ള ഉപരോധം നീക്കിയാൽ ഹോർമുസിൽ സ്വതന്ത്ര കപ്പൽ ഗതാഗതം അനുവദിക്കാമെന്ന് ഇറാൻ പാകിസ്ഥാൻ മുഖേന അമേരിക്കയെ അറിയിച്ചിട്ടു. ഹോർമുസിനുമെതിരെയുള്ള ഉപരോധം അവസാനിപ്പിക്കില്ല എന്ന ഉറച്ച നിലപാടെടുക്കുകയായിരുന്നു അമേരിക്ക ചെയ്തത്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഹോർമുസ് അടഞ്ഞെടുക്കുന്നത് ചൈനയുടെ വ്യാപാര താൽപ്പര്യങ്ങളെ അത്രമേൽ ബാധിക്കുന്ന ഒന്നാണ്. ഈ പശ്ചാത്തലത്തിലാണ് ചൈന രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് വരുന്നത്. മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം അമേരിക്കയും ഇസ്രായേലും ഇറാന് മേൽ നടത്തുന്ന നിയമവിരുദ്ധമായ സൈനിക നീക്കങ്ങളും ഉപരോധവുമാണെന്ന് ചൈന കുറ്റപ്പെടുത്തുന്നു. അമേരിക്കയുടെ നാവിക ഉപരോധത്തെ അപകടകരവും നിരുത്തരവാദപരവും എന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം വിശേഷിപ്പിച്ചത്. അമേരിക്കൻ ഉപരോധം വകവെക്കാതെ തങ്ങളുടെ എണ്ണക്കപ്പലുകൾ ഹോർമുസ് കടലിലേക്ക് വഴി സഞ്ചരിക്കുമെന്ന് ചൈന വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ചൈനീസ് കപ്പലുകൾക്ക് സംരക്ഷണം നൽകാൻ സൈനിക സാന്നിധ്യം നിലനിർത്തുമെന്നും പ്രതിരോധ മന്ത്രി ഡോങ് ജൂൺ അറിയിച്ചു. ഹോർമുസ് കടലിടുക്ക് ഒരു അന്താരാഷ്ട്ര ജലപാതയാണെന്ന് ചൈന ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇറാൻ ഈ ജലപാതയ്ക്ക് മേൽ പൂർണ്ണ അവകാശം ഉന്നയിക്കുന്നതിനിടയിലാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഈ നിലപാട് വ്യക്തമാക്കിയത്. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷയും സ്വാതന്ത്ര്യവും ഉറപ്പാക്കണമെന്ന് ചൈന ഇറാനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലോകത്തെ എണ്ണ വിതരണത്തെ ബാധിക്കുന്ന തരത്തിൽ കടലിടുക്ക് തടസ്സപ്പെടുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്ന് ചൈന ആശങ്കപ്പെടുന്നു. ഒരു വശത്ത് ഇറാന്റെ പരമാധികാരത്തെ പിന്തുണയ്ക്കുമ്പോൾ തന്നെ മറുവശത്ത് സൗദി അറേബ്യ അടക്കമുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷാ ആശങ്കകളെയും ചൈന കണക്കിലെടുക്കുന്നുണ്ട്.